ഹലോ. അപ്പോൾ നമ്മളിന്ന് എത്തിയിട്ടുള്ള ഒരു ഫുൾ ഡേ ഡൽഹിയിൽ സ്പെൻഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വേറെ എവിടെയില്ല, യമുന ഘാട്ടിലാണ്. സൂര്യൻ എത്തണേക്കാളും മുന്നേ നമ്മളവിടെ പോയി റെഡി ആയിരുന്നിട്ടുണ്ട്. ഒരു 5:30 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പഞ്ചാബിൽ നിന്ന് ട്രെയിൻ കയറി ഇന്നൊരു 5:30 ആകുമ്പോഴത്തേക്കും എന്താ നമ്മൾ യമുന ഘാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സൂര്യനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ എന്താ പറയുക, ലൈറ്റിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കാറ്റർപില്ലർ പോകുന്ന പോലെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. പിന്നെ ഞാൻ കുറേ വ്ളോഗിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണുന്ന പോലെ ഭംഗിയുള്ള സ്ഥലമൊന്നും ഇല്ല, അവിടെ നല്ല ഡേർട്ടിയാണ്, പൊട്ട സ്മെല്ലുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ പോയപ്പോഴത്തേക്കും കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വളരെ വൃത്തിയായിട്ട സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ സ്ലോലി നമ്മുടെ സ്കൈൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്, ഒരു പിങ്ക് ടോണിലൊക്കെ ആയി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ ബോട്ടൊക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ കുറേശ്ശെ ബേർഡ്സ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ബോട്ടിലെ ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ബേർഡ്സ് വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. ലൈക്ക് ഇത്ര അധികം ബേർഡ്സ് ഉണ്ടായിട്ട് ആൾ പറഞ്ഞ് വളരെ കുറവാണെന്നാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസംബർ ഫെബ് ജാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും, ജാൻ ഫെബ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഒരുപാട് ബേർഡ്സ്, ലൈക്ക് സ്കൈ കാണാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് ബേർഡ്സ് ആവുമെന്നാണ് ആൾ പറഞ്ഞത് കേട്ടോ. നമുക്ക് ആ ഒരു ടൈമിൽ വരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വന്നതല്ലേ ഡൽഹിയിൽ, അപ്പോൾ ഈ ഒരു സ്പോട്ട് കാണാനായിട്ട് പോയി. അപ്പോൾ നമുക്ക് നമ്മൾ പോയത് നവംബറിലാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും ബേർഡ്സിന് അത്യാവശ്യം കാണാനൊക്കെ പറ്റി. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐലൻഡിൽ ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ പോയൊരു ടൈമിൽ ഒരാളവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിലെ ആളോട് ചോദിച്ചപ്പോഴത്തേക്ക് ആൾ പറഞ്ഞ് അവിടെ എന്തും ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പിന്നെ ആ വഴിക്ക് പോയില്ല, നമ്മൾ ബോട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഐലൻഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവരെന്നെ വന്ന് പിക്ക് ചെയ്യുകയാണ് ചെയ്യാറ്. പിന്നെ 100 റുപ്പീസാണ് കേട്ടോ ആൾ നമ്മുടെ നിന്ന് ചാർജ് ചെയ്ത. ആൾ 150 പറഞ്ഞു, പിന്നെ ആൾ 100 ആക്കി. അങ്ങനെ നമ്മൾ 100 റുപ്പീസ് പെർ പേഴ്സൺ വെച്ചിട്ടാണ് ആൾക്ക് കൊടുത്തത്. പിന്നെ 50 റുപ്പീസിനും പലരും കൊണ്ടുപോകാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ 50 റുപ്പീസിന് കൊണ്ടുവന്ന ആരും അവിടെ കണ്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള റെഡ് ഫോർട്ടാണ്. അപ്പോൾ റെഡ് ഫോർട്ടിലേക്ക് നമ്മൾ മെട്രോ വഴിയായിരിക്കും പോകുന്നുണ്ടാവും. കാരണം ഈ ഒരു ട്രിപ്പ് ഫുൾ എന്താ പറയുക, വിത്തിൻ 1000 എന്നുള്ളൊരു ആ ഒരു ബഡ്ജറ്റ് സ്കീമിലാണ് പെർ പേഴ്സൺ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ചാന്ദിനി ചോക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ലാൽ കിലയിലേക്ക് പോകണം. ജസ്റ്റ് 1 സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ 10 റുപ്പീസാണ് നമുക്ക് ചാർജ് വന്നിട്ടുള്ളത്. ഞാനാണ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടുത്തെ ഡൽഹി മെട്രോ. എനിക്ക് ഫുൾ കണ്ടപ്പോഴത്തേക്ക് ആകെ കൺഫ്യൂഷനായിരുന്നു എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഡൽഹി മെട്രോയിലും ഡൽഹിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളവിടെ വന്ന് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് അത്യാവശ്യം നടക്കാനുണ്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫോർട്ടിലേക്കൊക്കെ വെയിലൊക്കെ നാറിയിട്ട് പോണതായിരിക്കും ഒരു ബുദ്ധിപരമായ നീക്കം. ഈ ഒരു ടൈമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് തീരെ വയ്യാണ്ടാവും. പിന്നെ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ആ ഒരു ടൈമിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാനുവലി കൗണ്ടറിൽ പോയിട്ടാണ് എടുത്തത്. അപ്പം പെർ പേഴ്സൺ നമുക്ക് വന്നിട്ടുള്ള 50 റുപ്പീസാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി റെഡ് ഫോർട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിചാരം എന്താ പറയുക, സോഷ്യലിലും ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് പറയുമ്പോൾ ഒറ്റൊരു റെഡ് ഫോർട്ട് മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഒരുപാട് ഫോർട്ടുകളുണ്ടെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ 2 സൈഡിൽ കടകളും നല്ല നല്ല പ്രൊഡക്ട്സ്, ലൈക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാഗ്സും അങ്ങനെ കുറേ നല്ല നല്ല ഭംഗിയുള്ള സാധനങ്ങളുണ്ട്. അതും വലിയ കത്തിയായിട്ടുള്ള റേറ്റിൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അത്യാവശ്യം നല്ല പ്രൈസിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ കുറച്ച് മാഗ്നറ്റ്സ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി അവിടെ നിന്നുള്ള മാഗ്നറ്റ് കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ എന്താ വഴിയും തപ്പി നടന്നപ്പോഴാണ് ഇവിടെ ഒരു കഫേ കണ്ടത്. അപ്പോൾ അവിടെ കയറി കഴിക്കാൻ എന്ത് കിട്ടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഫുഡൊന്നും റെഡി ആയിട്ടില്ല, റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ ഉള്ള 2-3 ഐറ്റമാണ് നമ്മൾ ഓർഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഫുഡ് എപ്പോൾ വരും എന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ജയ്പൂർ പോയപ്പോഴത്തേക്കും കച്ചോരി കഴിച്ചിട്ടുണ്ടായിരുന്നു. കച്ചോരി നല്ല ടേസ്റ്റുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ മഹാരാജ കച്ചോരി ഓർഡർ ചെയ്തപ്പോഴേക്കും സാധനം മൊത്തത്തിൽ മാറിപ്പോയി. തൈരും വേറെ എന്തൊക്കെയൊക്കെയോ കൂട്ടിയിട്ട് എനിക്കറിയില്ല, ഒരു മിക്സ്ഡ് ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുന്ന് ഫുഡ് കഴിച്ച സ്ഥലം മുന്നേ ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് റിനോവേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു രീതിയിലാക്കിയിട്ടുള്ള ഫോട്ടോയിൽ കണ്ടതും ഇന്നും അത്യാവശ്യം നല്ല വ്യത്യാസം ഉണ്ടല്ലേ. അപ്പോൾ നല്ല രീതിക്ക് അവർ റിനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ആ റെഡ് ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ്. അങ്ങനെ നമ്മൾ പോയ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച ടൈമാണെങ്കിലും തിരക്കിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ റെഡ് ഫോർട്ടിൽ കയറിയിട്ട് അങ്ങനെ ഫോർട്ട്സൊക്കെ ഇതുവരെ ഞാൻ കണ്ടത് ഫുൾ എൻ്റെ വിചാരം അങ്ങനെയായിരുന്നു കേട്ടോ, ഫുൾ റെഡ് ഫോർട്ട്സ് ആയിരിക്കും, വേറെ കളറുള്ള ഫോർട്ടൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇതിൻ്റെ റെഡ് ഫോർട്ട് എന്ന പേര് വന്നിട്ടുള്ളത്. പക്ഷേ അതങ്ങനെയല്ല, വേറെ കളറുള്ള ഫോർട്ട്സും ഉണ്ട്, ഐവറി ഷെയ്ഡ്സും വൈറ്റിലൊക്കെ ഒരുപാട് ഫോർട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ഫോർട്ടിന് ഭയങ്കര ഒരു പ്രത്യേക ഭംഗി തോന്നി. അതിൻ്റെ ഒരു കളറ് കാരണമാണോ അതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാരണമാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ എല്ലാ ഫോർട്ട്സും കണ്ട് നമ്മൾ മാഗ്നറ്റും വാങ്ങി. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇനി അടുത്ത് ഫുഡ് കഴിക്കാൻ, ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കേരള ഹൗസ്, ഡൽഹി വന്നു കഴിഞ്ഞാൽ കേരള ഹൗസ് മലയാളീസിനും എന്താ പറയുക മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്ക് ഒരു 2 മണിക്കൂർ എടുക്കും ടേബിൾ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് പുറത്തിരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ മെട്രോയിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. ഒരു 1/2 മണിക്കൂർ അവിടെ വെറുതെ അങ്ങനെ ഇരുന്ന് മെട്രോ നോക്കിയിട്ട്, എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് പോയത് വേറെ എവിടേക്കല്ല, സരോജിനി മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ പോയി വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് എനിക്ക് പേടിയായിരുന്നു, ഫോൺ ആരെങ്കിലും എന്താ പറയുക തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമെന്ന്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, 50 രൂപ 100 രൂപ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് കൈയിട്ട് വാരി കുറച്ചധികം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്പോട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ഡേ എൻഡിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇതേപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും എന്നായിരിക്കും. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.